ബീഹാറിന് പുറമെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടിക തീവ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർ പട്ടികയുടെ തീവ്ര പരിഷ്കരണത്തിന്റെ തീയതികൾ സംസ്ഥാനം തിരിച്ച് പിന്നീട് പ്രസിദ്ധീകരിക്കും. വിവരങ്ങളുമായി നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതാണ് വലിയ തർക്കങ്ങൾക്ക്, അതായത് പ്രതിപക്ഷം അനാവശ്യ തർക്കങ്ങൾ ഉന്നയിക്കുന്നതിന് കാരണമായത്. എന്നാൽ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയ അനധികൃതരെ ഒഴിവാക്കുന്നതിനുള്ള നടപടികളുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായി ബീഹാർ മാത്രമല്ല, മറ്റ് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള തീരുമാനത്തിലേക്കാണല്ലോ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തുന്നത്. നന്ദഗോപൻ. വിനോദ്, രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിലൂടെ ശുദ്ധീകരിക്കാനാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ബീഹാറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് 35 ലക്ഷത്തിലധികം അനധികൃത വോട്ടുകളായിരുന്നു ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത്. 12.5 ലക്ഷം ആൾക്കാർ മരണപ്പെട്ടവരും ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു. മാത്രമല്ല, വിവിധ രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റം, അതിലേറ്റവും കൂടുതൽ ബംഗ്ലാദേശ്, അതേപോലെ തന്നെ മ്യാൻമാർ, ഒപ്പം തന്നെ നേപ്പാൾ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുമുള്ള കുടിയേറ്റവും ഈ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപകമായുണ്ട്. ഈ ബീഹാറിൽ മാത്രമല്ല, അസമിലും ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും സമാനമായ അവസ്ഥയാണ്. മാത്രമല്ല, രാജ്യത്തുടനീളം വോട്ടർ പട്ടിക ശുദ്ധീകരിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ നഗരവൽക്കരണം അത് കാര്യമായി തന്നെ ബാധിച്ചു. ഒരിടത്ത് സ്ഥിരതാമസക്കാരായിട്ടുള്ള ആൾക്കാർ അവർ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ ഒരുപക്ഷേ മറ്റൊരു സ്ഥലത്തേക്ക് മാറുവാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ആദ്യമുണ്ടായിരുന്ന സ്ഥലത്തെ വോട്ടർ പട്ടികയിൽ അവിടെ അത് റദ്ദാക്കാതെ പുതിയ സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ ഇടം നേടി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമായും വിലയിരുത്തുന്നത്. ഇങ്ങനെ ധാരാളം സംഭവങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് സംഭവങ്ങൾ ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് തന്നെ ധാരാളമായി തന്നെ നടക്കുന്നു. അതിന് നഗരവൽക്കരണം ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. മാത്രമല്ല, ഇതര രാജ്യങ്ങളിൽ നിന്നും, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും കുടിയേറിയെത്തിയവരുമുണ്ട്. BJP അടക്കം വ്യാപകമായി ഉന്നയിക്കുന്ന ആക്ഷേപം, ഇത്തരക്കാരെ വോട്ട് ബാങ്കിന് വേണ്ടി പ്രതിപക്ഷ സഖ്യത്തിലെ മുന്നണിയിലെ കക്ഷികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവർ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ അവർക്ക് സഹായം നൽകിയെന്നുള്ള ആക്ഷേപങ്ങളാണ്. പശ്ചിമ ബംഗാളിലടക്കം ആ ആക്ഷേപങ്ങൾ ശക്തമായി തന്നെ നിലനിൽക്കുന്നു. ഏതായാലും ഇത്തരമൊരു സാഹചര്യങ്ങളെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ബീഹാറിന് പുറമെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുവാൻ, തീവ്ര പരിഷ്കരണത്തിലൂടെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട തീയതികൾ പ്രത്യേകമായി അറിയിക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം പ്രതിപക്ഷം സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബീഹാറിൽ നമ്മൾ കണ്ടതാണ്. ബീഹാറിൽ വലിയ പ്രതിഷേധം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ ഉയർത്തിയിരുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ശരി എന്നുള്ളത് കൃത്യമായ സംഖ്യകൾ പുറത്തു വന്നപ്പോൾ ബോധ്യമായതാണ്. 35 ലക്ഷത്തിലധികം കള്ളവോട്ടുകൾ, അനധികൃത വോട്ടുകളായിരുന്നു ബീഹാറിലുണ്ടായിരുന്നത്. സമാനമായൊരു ശുദ്ധീകരണം തന്നെയാണ് രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടികയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യം വെക്കുന്നത്. വിനോദ്, തീർച്ചയായും ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് പിന്നാലെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും വോട്ടർ പട്ടിക തീവ്രമായ നിലയിൽ പരിഷ്കരിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ പ്രത്യേകം തീയതികൾ തീരുമാനിക്കാൻ ഒരുങ്ങുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ.